നമസ്കാരം. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. നരേന്ദ്രമോദിയുടെ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ചിത്രങ്ങൾ. ഒന്ന്, അപ്പുറത്തുള്ളത് അദ്ദേഹം ഡൽഹിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചിത്രമാണ്. അത് കഴിഞ്ഞ് നേരെ വിമാനം പിടിച്ച് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മാറ്റമാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. ഒന്നിൽ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ മാറ്റം, അദ്ദേഹത്തിൻ്റെ മുഖം മേക്കപ്പ് ചെയ്ത് ഇരുണ്ട നിറത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചകളും വലിയ തർക്കങ്ങളും ഒക്കെ കാരണമാക്കിയ ഈ വിഷയം. എന്തിനാണ് ഡൽഹിയിൽ നല്ല വെളുത്ത മേക്കപ്പും തമിഴ്നാട്ടിൽ ഒരു ഇരുണ്ട മേക്കപ്പിലേക്കും മാറുന്നത് എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയർത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇത് രണ്ടും. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഓരോ നാട്ടിൻ്റെയും പ്രത്യേകത അനുസരിച്ച് നമ്മൾ വേഷം, ഭാവം ഒക്കെ മാറി അവിടുത്തെ വോട്ടിനെ ആകർഷിക്കാനുള്ള തന്ത്രമാണ് ഇത് എന്നുള്ളതാണ് വലിയ വിമർശനം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ സ്വത്വത്തിനപ്പുറത്ത് അതത് സ്ഥലത്ത് പോയിട്ട് ആളുകളെ ആകർഷിക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, സൂപ്പർ സ്റ്റാറുകൾ പോലും ആ സിനിമയിലെ ക്യാരക്ടറിനനുസരിച്ചിട്ട് വേഷം മാറ്റിയിട്ട് വരും. എന്നിട്ട് അവിടെ പോയി ആ ക്യാരക്ടറിനെ ആകർഷിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി എത്തിയ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വേഷം ആ കഥാപാത്രത്തിനനുസരിച്ച് മാറും. അതുപോലെ തമിഴ്നാട് സ്വത്വം, ദ്രാവിഡ സ്വത്വം എൻ്റെ ശരീരത്തിൽ മേക്കപ്പിലൂടെ ഞാൻ വരുത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്കെതിരെ ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇത് തമിഴ്നാട്ടിൽ, അപ്പുറത്തേത് ഡൽഹിയിൽ. അങ്ങനെ മാറുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ശൈലി മാറുകയാണോ എന്ന ഗുരുതരമായ ചോദ്യം രാജ്യത്ത് ഉയർത്തപ്പെടുകയാണ്. ജനം വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിന് എൻ്റെ നേതാവിനെ, എന്നെ ഭരിക്കേണ്ട ആളെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു നേതാവിനെ കണ്ടാണ്, അല്ലാതെ സിനിമയിലെ സ്ക്രീനിലെ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ബലത്തിലല്ല. അദ്ദേഹത്തിന് ജനങ്ങളുള്ള പ്രതിബദ്ധത അടിസ്ഥാനത്തിലാണ്. അതിനു പകരം ആളുകൾക്ക് മുന്നിലേക്ക് സിനിമാറ്റിക്കായി പ്രത്യക്ഷപ്പെടുകയും അതിനനുസരിച്ചിട്ടുള്ള വേഷഭൂഷാദികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഒരു കഥാപാത്രമായി മാറി ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിലുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യമാണ്. അല്ലാതെ നിറം മോശമാണോ നല്ലതാണോ എന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടതല്ല. ഇത് തമിഴ്നാട്ടുകാരെ അപമാനിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു വിമർശനം. കാരണം തമിഴ്നാട്ടുകാർ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യണം, ഞാൻ ഇങ്ങനെയും വേഷം കെട്ടാൻ തയ്യാറാണ് എന്ന് ബാക്കി ഒരൊറ്റ സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം തമിഴ്നാട്ടിൽ പോയി ഇങ്ങനെ വേഷം മാറ്റി, യഥാർത്ഥ ഭാവം മാറ്റിയിട്ട് രൂപം മാറ്റിയിട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് വിമർശിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറയാനൊരു കാരണമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ മാറുന്നതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്തെ പല രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് കുട്ടികളെ കാണുമ്പോൾ മൂക്ക് ഇങ്ങനെ തുയിച്ചു കൊടുത്ത് അത് സ്നേഹം പ്രകടിപ്പിക്കുക. ഭൂമിയിലെ രാജാക്കന്മാരിലൊക്കെ മോഹൻലാലിൻ്റെ കഥാപാത്രം അടുക്കളയിൽ പോയി മീനൊക്കെ എടുത്ത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പോകുന്ന പോക്കിൽ പെട്ടെന്നൊരു കടയിൽ കയറി അവിടുന്ന് ചായ കുടിക്കുക, ഞാൻ സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ നരേന്ദ്രമോദിയും ആ ശീലം, നേരത്തെ രാഹുൽ ഗാന്ധി അടക്കം ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കുന്ന ഒരു സമീപനം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടന്നുപോയി ഒരു കടയിൽ കയറുന്ന, അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല, നമുക്കറിയാലോ. അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഒരു പക്ഷേ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കും. ആ ചിന്തയിലേക്ക് നയിക്കുന്നത് എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ഭാവത്തിൽ ആളുകൾ പ്രത്യക്ഷപ്പെടും, യഥാർത്ഥ ഭാവം അതല്ല എന്നുള്ളതാണ്. ഇതിലേക്ക് പോകുന്നത് നമ്മുടെ ഈ രാജ്യത്ത് രണ്ട്, പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പ്രധാന തെരഞ്ഞെടുപ്പ്, മറ്റ് 5 സ്റ്റേറ്റുകളുണ്ട്. ഈ 2 സ്റ്റേറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ രണ്ടാം ഘട്ടത്തിൽ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിച്ചു. എന്താണ് അത്? ഡീലിമിറ്റേഷൻ നിയമമാണ്. ആ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണത്? വനിതാ സംവരണ ബിൽ. അങ്ങനെ ഒരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണ നിയമമാക്കി മാറ്റാൻ ഗൂഢപദ്ധതിയോടുകൂടി ചില നിയമനിർമ്മാണ ശ്രമങ്ങൾ നടപ്പാക്കി എന്നുള്ളതാണ് BJP സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണം. ഞാനിപ്പോൾ നിങ്ങളെ ഈ ഒരു ഇരട്ട മുഖത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശദാംശത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈ കാർഡ് നോക്കൂ. നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ ഒരു പ്രാതിനിധ്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയാണ്. അതായത് വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടു എന്നാണ്. പാർലമെൻറ്റിൽ അസാധാരണമായി വിളിച്ചു ചേർത്ത ഒരു സമ്മേളനത്തിൽ പെട്ടെന്ന് വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ഇന്ത്യ മുന്നണി ഒക്കെ കൂട്ടരൊക്കെ കൂടി പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഈ വാർത്തയുടെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെയും വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടു എന്ന് സംസാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സംസാരത്തിലേക്ക്, വർത്തമാനത്തിലേക്ക്, അങ്ങനെയുള്ള പ്രയോഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ച ഒരു പദ്ധതി ഒരു കേന്ദ്രത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബില്ല് ഇപ്പോഴാണോ
നമ്മുടെ മുമ്പിലേക്ക് 2 വർഷത്തിന് മുന്നേ വനിതാ സംവരണ ബിൽ ഏകകണ്ഠമായി പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയതാണ്. ഇപ്പോൾ പിന്നെ എന്തിനാ ഈ പരിപാടി? ആ പാസ്സാക്കിയതിന് ശേഷം ഈ കാലം അത്രയും ഈ BJP സർക്കാർ അതിൻ്റെ മേൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നില്ല, അത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അസാധാരണമായിട്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരികയും അതിനെ വനിതാ സംവരണത്തിൻ്റെ പേരിൽ പൊതിഞ്ഞ് അറ്റാച്ച് ചെയ്ത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തി 2 ഭാവത്തിൽ പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഡീലിമിറ്റേഷനെ വനിതാ സംവരണം എന്ന പേരിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു ആഖ്യാനം ചമക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇമാതിരി പരിപാടിയാണ് വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോക്സഭയിൽ ഇങ്ങനെയൊരു ഡബിൾ ഗെയിമിലൂടെ ആളുകൾക്ക് മുന്നിലേക്ക് ഡീലിമിറ്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട, വനിതാ സംവരണത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടൊരു കാഴ്ചയാണ് ഈ 12 വർഷത്തെ 3ാം മോദി സർക്കാരിൻ്റെ ചരിത്രത്തിലെ 3 സർക്കാരുകളുടെ ആദ്യത്തെ തിരിച്ചടിയുടെ ഭാഗമായി നമ്മൾ കാണുന്നത്. അപ്പോഴും ഇന്ത്യ മുഴുവൻ വലിയ തോതിൽ ഇവർ പ്രചരണം നടത്തുകയാണ്. വനിതാ സംവരണം പരാജയപ്പെട്ടു, അമ്മമാരെ പെരുവഴിയിലാക്കി, സ്ത്രീകളെ പെരുവഴിയിലാക്കി. നരേന്ദ്രമോദി ദൂരദർശനിലെ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തുകയാണ്. ഈ പ്രതിപക്ഷം ഈ പരിപാടിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് വ്യാജ ആഖ്യാനം സൃഷ്ടിക്കുകയാണ്. വ്യാജ വാർത്ത എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ വ്യാജമായി ഒരു കാര്യം പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതല്ല. വനിതാ സംവരണ നിയമം നമുക്ക് കുറച്ച് നാൾ മുമ്പ് പാസ്സാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം. ഇന്ന് രാജ്യം മുഴുവൻ ഈ സായാഹ്ന ധർണയും മറ്റുമൊക്കെയായി പോകുന്നു. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ പാസ്സാക്കിയ നിയമം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് തുടർച്ചയായി 2 രീതിയിൽ ആളുകൾ കബളിപ്പിക്കപ്പെട്ടു. ഒന്ന്, നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണ മനുഷ്യർ നിരന്തരം ഇവർ തന്നെ ഭരണ നേതൃത്വം പറയുന്ന വനിതാ സംവരണം ബില്ല് എന്ന പ്രയോഗം നമ്മളിലേക്കും അറിയാതെ വരും. രണ്ടാമത്തേത്, ഈ തരത്തിൽ BJPയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ഡല പുനർനിർണയ ബില്ലിൽ ഉണ്ടായ പരാജയം ആ ആളുകളിലേക്ക് ആ കുരുക്കിട്ട് കൊടുത്തത് ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടതിനെ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ, ഗോദി മീഡിയകളടക്കം ഇത്തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ 2 രീതിയിലാണ് ഉള്ളത്. ജനങ്ങളെ അതിലേക്ക് വീഴ്ത്താൻ, ആ കുരുക്കിലേക്ക് വീഴ്ത്താൻ വളരെ എളുപ്പമാണെന്ന് സർക്കാരിന് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടല്ലോ. എന്തായാലും BJPക്ക് കഴിഞ്ഞ 12 വർഷം ഈ 3ാം മോദി സർക്കാരിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു കനത്ത തിരിച്ചടി നേടിയതിനെ മറികടക്കാൻ വനിതകൾക്ക് എതിരായ നീക്കം ഇന്ത്യ മുന്നണി നടത്തി എന്ന് ഇവർ പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. വനിതാ സംവരണ ബിൽ എന്ന തെറ്റായ ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് മണ്ഡല പുനർനിർണയം നടപ്പാക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ്, രാഷ്ട്രീയമായ ഒരു ഗൂഢപദ്ധതിയാണ് BJP മുന്നോട്ട് വെച്ചത്. അത് പരാജയപ്പെട്ടു. ഇത് സംബന്ധിച്ച ചില വിശദാംശങ്ങൾ നമുക്ക് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പി ചിദംബരം, രാജ്യസഭാ അംഗമായ പി ചിദംബരം എഴുതിയൊരു ലേഖനം നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വസ്തുനിഷ്ഠമായി നടത്തിയൊരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ലേഖനം. ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റായ ആഖ്യാന നിർമ്മിതി എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അദ്ദേഹം പറയുന്നു, വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടുന്ന 131ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ മുൻനിർത്തി ഒരു പുതിയ കഥ മെനയാനാണ് സർക്കാരും BJPയും ശ്രമിച്ചത്. വളച്ചൊടിക്കപ്പെട്ട വസ്തുതകളെയും നിയമത്തിൻ്റെ സംശയാസ്പദമായ വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള തികച്ചും തെറ്റായ ഒരു ആഖ്യാനം. 2023 സെപ്റ്റംബറിൽ 106ാം ഭരണഘടനാ ഭേദഗതി വനിതാ സംവരണ നിയമം പാർലമെന്റ് പാസ്സാക്കിയതാണ്. അതുപ്രകാരം ലോക്സഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായി. എന്നാൽ സർക്കാരിന് മാത്രം അറിയാവുന്ന കാരണങ്ങളാൽ ആ ഭേദഗതി വിജ്ഞാപനം ചെയ്തിരുന്നില്ല. ഈ മാസം 16 രാത്രിയിലാണ് ഇത് വിജ്ഞാപനം ചെയ്തത്. ഈ ഭേദഗതി നിലവിലെ ലോക്സഭയിലെ 543 എന്ന അംഗസംഖ്യയിൽ തന്നെ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പ് നൽകുന്നുണ്ട്. ഇത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. ആർട്ടിക്കിൾ 334A വീണ്ടും പരിശോധിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല. ഇതിന് വിപരീതമായ പ്രചരണം പച്ചക്കള്ളമാണ്. എന്നാൽ 131ാം ഭരണഘടനാ ഭേദഗതി നീക്കത്തിന് പിന്നിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ തടസ്സപ്പെടുത്തുക, മണ്ഡല പുനർനിർണയം നീതിയുക്തമാണ് എന്ന മിഥ്യാധാരണ സൃഷ്ടിക്കുക, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് തികഞ്ഞ അനീതിയും വിവേചനവും കാട്ടുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ ഒളിച്ചു കടത്തുക, സംവരണം എന്നത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടതാണെന്ന തെറ്റായ ആഖ്യാനം പ്രചരിപ്പിക്കുക, ഇവയായിരുന്നു ആ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ഓരോ ലക്ഷ്യവും തുറന്നു കാട്ടപ്പെട്ടു. അതോടെ ആ ആഖ്യാനങ്ങൾ ചിട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരും BJPയും ബാധ്യസ്ഥരാണ്. സ്ത്രീകൾക്ക് 1/3 സീറ്റുകൾ സംവരണം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വീണ്ടും ചർച്ചകൾ തുടങ്ങിവെച്ചത്?
106 ഭേദഗതി നിയമത്തിലൂടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 334A ഉൾപ്പെടുത്തപ്പെട്ടതോടെ ഈ വിഷയം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 334Aയിൽ എന്ത് പോരായ്മയായിരുന്നു ഉണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 334A നടപ്പാക്കുന്നതിൽ എന്ത് തടസ്സമാണ് ഉണ്ടായിരുന്നത്? സ്ത്രീ സംവരണം നടപ്പിൽ വരുന്ന പ്രക്രിയയിൽ ഇനിയും എന്തൊക്കെയോ പൂർത്തിയാക്കാനുണ്ട് എന്ന തരത്തിൽ ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും മനസ്സിൽ സംശയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും വിത്തുകൾ നിങ്ങൾ പാകിയത് എന്തിനാണ്? ആർട്ടിക്കിൾ 334A പൂർണ്ണവും സമഗ്രവുമായിരുന്നു. അതിൽ ഇനി കൂടുതലായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഏപ്രിൽ 16, 18 തീയതികളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വിളിച്ചു ചേർക്കാൻ ഇത്ര വലിയ ധൃതി കാണിച്ചത് എന്തിനായിരുന്നു? തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 23-നാണെന്ന് ബംഗാളിൽ ഏപ്രിൽ 29-ന് കൂടി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. സ്ത്രീ സംവരണം നടപ്പാക്കുന്നത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമാണ്. രാജ്യവ്യാപകമായുള്ള മണ്ഡല പുനർനിർണയം എന്നാൽ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാവുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കുള്ള സംവരണം നടപ്പാക്കാൻ സാധിക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029-ലേതാണ്. ആർട്ടിക്കിൾ 334A പരിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക. 2026 ഏപ്രിൽ 29-ന് ശേഷവും സഭ ചേരാൻ ധാരാളം സമയമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ 39 എംപിമാരും പശ്ചിമ ബംഗാളിലെ 42 എംപിമാരും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കെ ഏപ്രിൽ 16-ന് അവരെ വിളിപ്പിക്കുകയും ആ പ്രചരണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഈ അടിയന്തര സാഹചര്യം സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യങ്ങളെയാണ് തുറന്നു കാട്ടിയത്. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ലോക്സഭയുടെ അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കണം എന്ന് ഒരു വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടിയോ ആവശ്യപ്പെട്ടിരുന്നതല്ല. വാസ്തവത്തിൽ എല്ലാ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുണ്ടായ ഒരു തീരുമാനമായിരുന്നു അത്. 815 അംഗങ്ങളുള്ള ലോക്സഭയുടെ നടത്തിപ്പ് ദുഷ്കരമാവുകയും പിമാർക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകാനുള്ള അവസരം കുറയുകയും ചെയ്യും. സ്ത്രീ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടാൻ സർക്കാർ ഇത്രയധികം വാശി കാണിച്ചത് എന്തിനായിരുന്നു? കാരണം അതൊരു തെറ്റായ ആഖ്യാനം സൃഷ്ടിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളെയും പരസ്പരം വേർപെടുത്തേണ്ടതുണ്ട്. ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള നീക്കത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇത്ര ശക്തമായി എതിർത്തത് എന്തുകൊണ്ടാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന അപകടത്തിലായിരുന്നു എന്നതായിരുന്നു പ്രധാന പ്രചരണ വിഷയം. ആ ആശങ്കകളെ വീണ്ടും ഉണർത്തുന്നതായിരുന്നു ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ. ഭാഗ്യവശാൽ ആ ബിൽ പരാജയപ്പെട്ടു എന്നാണ് പി ചിദംബരം പറയുന്നത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബിൽ നേരത്തെ 2 വർഷം മുമ്പ് തന്നെ നിയമമായതാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകകണ്ഠമായി പിന്തുണച്ചുകൊണ്ട് BJP സർക്കാർ പാസ്സാക്കിയതാണ്. പക്ഷേ 2 വർഷമായിട്ടും അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിരുന്നില്ല. ആ വിജ്ഞാപനം ഇറക്കാതെ പെൻഡിങ്ങിൽ നിർത്തിയതിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രത്യേകിച്ചും നമ്മളെ ഗോദി മീഡിയകൾ എന്ന് പറയുന്ന മീഡിയകൾ ചോദ്യം ചെയ്തില്ല. BJP ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചു അവിടെ ഇരിക്കുകയും ചെയ്തു, അങ്ങനെ ഭാവിച്ചിരിക്കുകയും ചെയ്തു. ഇപ്പോൾ അസാധാരണമായി ഒരു നിയമം, മണ്ഡല പുനർനിർണയ നിയമം കൊണ്ടുവന്ന് അതിനോട് ഈ പുതിയ ഒരു നിയമ സാധ്യത എന്നുള്ള നിലയിൽ വനിതാ സംവരണ ബില്ലിനെ കൂടി ചേർത്ത് കെട്ടിയതിൻ്റെ പിന്നിലെ ഗൂഢ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. അത് അനാവരണം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്.